എന്തോന്നാളിയോ ഒരു പ്ലാനതാ നിനക്ക് വേണ്ടല്ലേ? അത് ശരി, എന്റെ കാശിന് കള്ളം മേടിച്ചിട്ട് എനിക്ക് വേണ്ടെന്നോ? ഒഴിക്കണം. അല്ല പിന്നെ ഒഴിക്കങ്ങോട്ട്. എന്തുവാടെ ഒരു കള്ള ലക്ഷണം? അത് ജന്മന ഉള്ളതാ സാറേ. വീട്ടിലെല്ലാവർക്കും കാണുമായിരിക്കും. കഷ്ടം. എന്താ സാറേ ഒരു മണം? അത് ഈ ബാത്റൂമിന്റെയാ. എന്തോന്നാടേ ഇവിടെ ഒരു സെറ്റപ്പ്? സാർ ഞങ്ങള് വെറുതെ ഇങ്ങനെ. എങ്ങനെ? സാർ അടിക്കൂ? ഏത് പ്രതിയെ കൈ കിട്ടിയാലും ഞാൻ അടിക്കും. അതല്ല സാർ, വെള്ളം അടിക്കുമെന്ന്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എസ് ഐയുടെ മൂത്തൂക്കി ഇങ്ങനെ ചോദിക്കാൻ? റമ്മാണോ? അല്ല സാർ, വിസ്കിയാണ്. വിസ്കിയാണോ? അതെ സാർ. എന്നാ വെള്ളം ഒഴിക്കണ്ട. ഒഴിക്കണങ്ങോട്ട്. സാർ, ചെറുതാണോ വലുതാണോ? ചെറുതായിട്ട് ഒരു വലുതൊഴിച്ചോ. അല്പം പോലും വെള്ളം വേണ്ടേ സാർ? വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. Once more. Once more. Once more. ടച്ചിങ്സ് ഒന്നുമില്ല ഇപ്പോഴേ. ഇതൊന്നും എടുത്തു വെക്കാതെയാണോ അടി ഉണങ്ങുന്നത്? ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. എന്തിനു പുറകെ ബാത്റൂമില്ല ടച്ചിങ്സ്? നീ കുടിക്കുന്നില്ലേ? ഞാൻ ഒഴിച്ചോളാം. ആ സാറ് വാളും പരിചയം. അയ്യോ അരവിന്ദനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വന്നു. എന്താ സാർ? അശ്വതിയെ പറ്റി. അശ്വതിക്ക് എന്ത് പറ്റി സാർ? ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ പറയുന്നത്. ഒരു തെലുങ്ക് സിനിമയിലേക്ക് അശ്വതിയെ കാസ്റ്റ് ചെയ്ത് വരും നീ അറിഞ്ഞിരിക്കുമല്ലോ. ഇനി എത്രയും പെട്ടെന്ന് അശ്വതിയെ കാണണം, എങ്കിലേ കഥയ്ക്കൊരു ആംബിയൻസ് കിട്ടൂ. എന്താ സാറേ ഈ ആംബിയൻസ്? സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ആംബിയൻസ്. അതായത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം അശ്വതിക്ക് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ഒരു പ്ലാൻ തയ്യാറാക്കണം. അവൾക്ക് കൂടെ വരാൻ സമ്മതമാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകണം. എന്തിനും ഏതിനും പിന്നിൽ ഞാനുണ്ട്. സാർ, ഞങ്ങൾ സംസാരിച്ചു. ക്ലൈമാക്സ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അത് കൊള്ളാം. ഇപ്പോഴാണ് കഥയ്ക്ക് ഒരു ആംബിയൻസ് കിട്ടിയത്. Once more. അയ്യോ, സാറിന്റെ ആംബിയൻസ് പോയി. இது என்னடா ட்ரெஸ்? இதுதான் சார் கிளாடியேட்டர் ட்ரெஸ். உள்ளுக்குள்ள ரேடியேட்டர் மாதிரி பாயில் ஆகுதேடா. சார், நீங்க ஆக்ஷன் ஹீரோ ஆகணுமா வேணாமா? ஆகணும், பட் ட்ரெஸ் கொஞ்சம் செக்ஸியா இருக்கேடா. லெக் பீஸ் உள்ள தள்ளுங்க சார். ரெடியா? ரெடி சார். குதிரை மேல ஏறிடு. ரெடி சார். ஐயோ அம்மா, ஐயோ சார், வேகமா போகுது சார். சார், கண்ட்ரோல் போயிடுச்சு. ஐயோ அம்மா, போய் பாருடா, குதிரைக்கு என்னாச்சுன்னு பாரு. வாடா, என்னமோ ப்ராப்ளம். வாடா. ஐயோ ஐயோ, Dress இருக்கு, ஆளை காணுமே. இங்க தான்டா இருக்கேன். இங்க சார், இங்க சார் தான் படுத்துட்டு குதிரை ஓட்டுறீங்க. அப்படிங்க சார். ஐயோ மெதுவாடா. ஐயோ ஐயோ, சிங்கத்துக்கு அடிபட்டுருச்சு. எல்லாரும் சீக்கிரம் ஓடி வாங்க, சீக்கிரம். டேய், சிங்கத்துக்கு என்ன ஆச்சுடா? சார், சிங்கத்தை விடுங்க, குதிரையை தேடலாம். டேய், குதிரை எங்கடா போச்சு? குதிரை என்ன தள்ளி விட்டுட்டு அந்த பக்கம் போயிடுச்சு. அந்த பக்கம் தான் ஓடுது. போங்க சார், உங்களுக்கு ஹார்ஸ் ரைடிங் தெரியல, என்கிட்ட கேட்டிருக்கணும், நான் சொல்லி கொடுத்துருப்பேன். நீ எனக்கு ஹார்ஸ் ரைடிங் சொல்லி தெரியா? புலிக்கு ஜலதோஷம் பிடிச்சா பூனை விக்ஸ் தடை விடுமாண்டா. இதுல ஒன்றும் குறைச்சல் இல்ல. சீக்கிரம் தொடச்சிட்டு வாங்க சார். அடுத்த சீன் எனக்கு தெரியும், நான் சொல்லி தரேன். அடுத்த சீன் என்னடா? டபுள் ஆக்ஷன் சார். எனக்கா? இல்ல குதிரைக்கு. குதிரைக்கு டபுள் ஆக்ஷனா? ஆமா சார். புரியலையடா. 2 குதிரையில அட் அ டைம்ல நீங்க டிராவல் பண்றீங்க சார். 2 குதிரையில நான் ஒருத்தன் எப்படிடா டிராவல் பண்ண முடியும்? லெஃப்ட் கால லெஃப்ட் குதிரையிலயும் ரைட் கால ரைட் குதிரையிலயும் வச்சு 150 கிலோமீட்டர் ஸ்பீட்ல டிராவல் பண்றீங்க சார். சார், ஆக்ஷன் ஹீரோ, ஆக்ஷன் ஹீரோ. சார் ஆக்ஷன் ஹீரோ வேணாம்டா. நான் ஆக்ஷன் ஹீரோ இல்லடா சார். எப்படியாவது ஆக்ஷன் ஹீரோ ஆயிடுங்க சார். ஆக்ஷன் ஹீரோ வேணாம்டா. மக்களின் நண்பன் சொல்ற ஒரே டிபார்ட்மெண்ட் போலீஸ் டிபார்ட்மெண்ட். லீவே இல்லாம 24 ஹவர்ஸ் சர்வீஸ் பண்ற ஒரு டிபார்ட்மெண்ட் போலீஸ் டிபார்ட்மெண்ட். வெயில் மழைன்னு பார்க்காம மக்களுக்கு ஹெல்ப் பண்ற ஒவ்வொரு போலீஸ்காரனுமே ஒரு ஆக்ஷன் ஹீரோ தான்டா. A police is a police is a police is a great police. വർദ്ധിച്ച ആവേശത്തോടുകൂടി അയാൾ അത്തിരി. ഹലോ. ഡയറക്ടർ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സാർ, ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഇനി ക്ലൈമാക്സ് കൂടിയേ ഉള്ളൂ.
സാറ് ധൈര്യമായിട്ടിരിക്കേ, നാളെ നമ്മുടെ ക്ലൈമാക്സ് റെഡി ആയിരിക്കും. കാശിൻ്റെ കാര്യം കട്ട് ചെയ്ത്. அஸ்வதி ஏதாவது டவுட் இருக்கா? അല്ല ചേട്ടാ, என்ன பிரச்சனை, என்ன வேணும்? ചേട്ടാ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോണം, അതുകൊണ്ട് ജീപ്പ് വേണം. கொஞ்ச நேரம் கூட வெயிட் பண்ணுங்க, இந்த சீன் முடிஞ்சதுக்கு அப்புறம் தரா. ചേട്ടാ ഒരുപാട് നേരം എടുക്കില്ലേ? இல்லப்பா, ஒற்றை ஷூட்டில் தான் இருக்குது, அதனாலே சீக்கிரமா முடிஞ்சிடும். அஸ்வதி, கவலைப்பட வேணாம். கிளைமேக்ஸ் ஒரே ஷோட்டில் தான் முடிச்சிடணும். அதனால தான் இவ்வளோ ரிஸ்க் எடுத்து தான் பண்ணுறோம். ஸ்டார்ட் கேமரா ரோலிங் சார், ஆக்ஷன். சூப்பர்டா சூப்பர். எனக்கு போகிறதுக்கு டைம் ஆச்சு. ஏய் என்ன இது மாஸ்டர்? ஆக்ஷன். கம் ஆன் டை. ஓகேடா, வெரி குட். மாஸ்டர் ப்ளீஸ், என்ன வெறுതെ விடு மாஸ்டர் ப்ளீஸ். மாஸ்டர் ஓகே மேடம், சாரி, இது எனக்காக இல்லை, நம்ம சினிமாக்காக தான். இந்த இடத்துல இப்ப பாம்பு வெடிச்சிடும், நீயும் இந்த வீடும் கீழே டப்தில் போயிடும், அப்புறம் உங்க சாம்பல் போலும் கிடைக்காது. குட் பை forever. അതെ, തീ കത്തി തുടങ്ങി ചേട്ടാ. അശ്വതി അകത്തല്ലേ? கவலைப்பட வேணாம், அது பார்க்கறதுக்கு நாங்க இருக்கேன். ஜீப்பு ஷோட்டு முடிஞ்சிருச்சு, ஜீப் எடுத்துட்டு போ. ஓ, யூரின் பாஸ் பண்றது கூட டைம் கிடையாது. ஓகே இல்லை சார்? ആ ഓക്കെ. சார் சார், ஷோட்டு ரெடியாச்சு. ஓகே. ஆக்ஷன். അശ്വതി, 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 അശ്വതി.
ഇപ്പൊ എവിടെയാ? മലേഷ്യയിലോ അതോ സിംഗപ്പൂരോ? അളിയ ഒരുപാട് കിളത്താതെ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവള് സുഖമായിട്ടിരിക്കുന്നുണ്ടാ. അധികം വൈകാതെ നമുക്ക് മീറ്റ് ചെയ്യാം. ചാച്ചപ്പനെയും തമ്പി സാറിനെ ഞങ്ങൾ തിരക്കുന്നു പറ. ഓക്കെ. ആ കപട സന്യാസിയെ അന്ധമായി വിശ്വസിച്ച ശരവണൻ കരുതുന്നത് പോയി എന്ന തൻ്റെ സിനിമയുടെ വിജയരഹസ്യം അശ്വതി എന്ന നായികയുടെ മരണമാണെന്നാണ്. സിനിമ ആരാധകരുടെ മനസ്സിലും അശ്വതി മരിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ കഥയിലെ നായിക മരിക്കുന്നില്ല. കാരണം ഇതിൻ്റെ തിരക്കഥ എഴുതിയത് ഞാനാണ്. ഈ കഥയ്ക്ക് ഒരു അവാർഡ് കിട്ടാനുള്ള ചരടുവലി ഞാനിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ആണോ? അതെയോ? ഓ, അത്ഭുതമായിരിക്കുന്നു. സാറിനെ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്നാണ്. പ്രതിഭകൾ പുറന്തള്ളപ്പെടുകയോ? താനാ പറഞ്ഞതിന്റെ പോലുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് എൻ്റെ ഇരിക്കുകയാണ്. അത് തൻ്റെ കിട്ടാൻ താൻ എൻ്റെ പുറകെ മാസങ്ങളോളം നടക്കണം. ഇനി നടക്കുകയോ ഓടുകയോ ചെയ്താലേ പറ്റൂ. അത്രേ ഉള്ളൂ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത്? ഇനി നായയെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കരുത് പ്ലീസ്. സിഗരറ്റ് വലിപ്പിക്കണോ കൈവണ്ടി വലിപ്പിക്കണോ എന്ന് എഴുത്തുകാരനായ ഞാൻ തീരുമാനിക്കും. താൻ തന്റെ പണി ചെയ്താൽ മതി. അതായത് സംവിധാനം. അതാ നല്ലത്. അതാണ് സിനിമയ്ക്ക് നല്ലത്. Correct.